തൃശ്ശൂർ അങ്ങനെ വീണ്ടും പൂരാവേശത്തിലേക്ക് കിടക്കുകയാണ്. നാളത്തോടെ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ആവേശമൊക്കെ കഴിയും. പിന്നെ 4-ാം തീയതി വരെ നമ്മളിങ്ങനെ നിശബ്ദമായി കാത്തിരിക്കും. പക്ഷെ അതിനിടയിൽ തൃശ്ശൂർ തങ്ങളുടെ പൂരം ആഘോഷിക്കും. പാറമേക്കാവ് വിഭാഗത്തിന്റെ പൂരം പന്തൽ കാൽനാട്ടൽ ഇന്ന് രാവിലെ ദേവസ്വം ഭാരവാഹികളും തട്ടക്കാരും ഒരുമിച്ച് ചേർന്ന് നടത്തി. ഈ മാസം 26-ാം തീയതിയാണ് തൃശ്ശൂർ പൂരം. അങ്ങനെ തെരഞ്ഞെടുപ്പ് പൂരത്തിനൊപ്പം തന്നെ ഇവിടെ തൃശ്ശൂർ പൂരത്തിന് പന്തലിന് കാൽനാട്ടൽ കർമ്മമാണ് ഇവിടെ നടന്നത്. പാറമേക്കാവ് വിഭാഗത്തിന്റെ പന്തൽ ഇവിടെ കാൽനാട്ടിക്കഴിഞ്ഞു. അതിന്റെ ആവേശത്തിലാണ് തൃശ്ശൂർക്കാരെല്ലാവരും തന്നെ. നമുക്കറിയാം പൂരം എന്ന് പറയുന്നത് എത്രത്തോളം ആവേശം തൃശ്ശൂർക്കാരിലും തൃശ്ശൂരിന് പുറത്തുള്ള എല്ലാ മലയാളികളിലും ഉണ്ടാകുന്നു എന്നുള്ളത്. എന്തായാലും അതിന്റെ ഒരു ആവേശം തന്നെയാണ്. ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വത്തിന്റെ ഭാരവാഹികളൊക്കെ തന്നെ നമ്മളോടൊപ്പമുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ദേശക്കാരൊക്കെ തന്നെയുണ്ട്. അപ്പൊ എങ്ങനെയാണ് രാഷ്ട്രീയ ഇത്തവണത്തെ ഒരു പൂരം ഒരുങ്ങാണ്? ഇപ്പോൾ 10 മണിക്കാണ് ഈ പന്തൽ കാൽനാട്ട് കർമ്മം നടന്നത്. കാരേക്കാട് രാമനമ്പൂരിയുടെ പൂജകൾക്ക് ശേഷം ദേശക്കാരെല്ലാവരും ചേർന്ന് കാലുനാട്ടിപ്പോൾ ഇനിയിപ്പോൾ 24-ാം തീയതിയാണ് സാമ്പിൾ വെടിക്കെട്ട്. 20-ാം തീയതി കൊടിയേറ്റം, 24-ാം തീയതി സാമ്പിൾ വെടിക്കെട്ട്, 26-ാം തീയതി പൂരം. അപ്പോൾ ഇത്തവണത്തെ പൂരം അപ്പോൾ എല്ലാവരും കൂടി കളറാക്കുകയാണ്. വളരെയധികം വിസ്മയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് കുടമാറ്റത്തിലും ആനയുടെ കാര്യങ്ങളിലുണ്ട്. ഇതൊക്കെ തൽക്കാലം രഹസ്യമായിട്ടിരിക്കട്ടെ. അത് അന്നത്തെ ദിവസം അത് അറിയാൻ കഴിയും. അതെ, സർപ്രൈസുകൾ ഒരുപാട് ഉണ്ടാകും എന്നുള്ളതാണ് തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് ഏറ്റവും ഒരു കളറാക്കുന്ന ഒരു കാര്യം. അല്ല രാഷ്ട്രീയ സർപ്രൈസുകളാണ് എല്ലാവരും കാത്തിരിക്കും. വെടിക്കെട്ടിനായാലും കുടമാറ്റത്തിനായാലും ആനകളുടെ നിരയിലും വലിയ സർപ്രൈസുകൾ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഞങ്ങൾ തൃശ്ശൂർക്കാർ തുടങ്ങുകയാണ്. ഇത് പന്തലിന് കാൽ നാട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ അങ്ങോട്ട് പൂരാവേശത്തിലാണ്. നാളെ തെരഞ്ഞെടുപ്പ് ആവേശം ഉണ്ടെങ്കിലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പൂരത്തിലേക്ക് അങ്ങ് കടക്കുകയാണ്. പാറമേക്കാവ് വിഭാഗത്തിനും സുജി പട്ടാമിക്കുമൊപ്പം MS ഷോയ്, മാതൃഭൂമി ന്യൂസ്.